ആച്ചേ, നിങ്ങളുടെ ജോലിയിൽ നിങ്ങൾ ഹാപ്പിയാണോ? ശരിക്കും ജോലി എന്ന് പറയുന്നത് ഇല്ലാത്തവരോടും, അല്ലെങ്കിൽ ഒരു ജോലി പോയിട്ട് ജോലിയൊന്നുമില്ലാതെ വീട്ടിൽ വന്ന് എന്ത് ചെയ്യും ദൈവം, ഇനി അടുത്തതിന് എന്ത് ചെയ്യും എന്ന് ഓർത്തിരിക്കുന്നവരോട് ചോദിക്കണം ഒരു ജോലിയുടെ വില. കാരണം വേറൊന്നുമില്ല, അത് നല്ല ഒന്നാം തരത്തിൽ ഞാൻ അനുഭവിച്ച കൊറോണ വന്ന ടൈമിൽ എല്ലാവർക്കും അറിയാലോ. ഗ്യാസ് വണ്ടിയെ പോയി, ഹൗസ് ബോട്ടേ പോയി, ഇത് മെറ്റിൽ ചുമക്കാൻ ഞാനും എൻ്റെ അളിയനും കൂടി കട്ട ഉണ്ടാക്കുന്ന സ്ഥലത്ത് പോയി. കാരണം നമുക്ക് ഭാര്യയുണ്ട്, പിള്ളേരുണ്ട്, അപ്പോൾ അവരുടെ കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കണം. ഞാൻ എന്തെല്ലാം പരിപാടിക്ക് പോയി. പക്ഷേ അപ്പോഴും ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾ എന്ത് ജോലിയിൽ പോയാലും, നിങ്ങൾ വേറെ ഏത് ജോലിയിൽ പോയാലും, നിങ്ങൾക്ക് പൈസ കിട്ടുന്നതാണെങ്കിൽ നിങ്ങളൊരു ജോലിക്ക് പോവുക. ജോലിക്ക് പോയിട്ട് നിങ്ങളുടെ ലക്ഷ്യമുണ്ട്, ആ ലക്ഷ്യം നിങ്ങളുടെ മനസ്സിലല്ല, അതിനുവേണ്ടി പ്രയത്നിക്കുക. അല്ലാതെ ഒരിക്കലും ഒരു ദൈവവും അല്ലെങ്കിൽ ആരും കൊണ്ടൊന്നും നമ്മുടെ കയ്യിൽ തരില്ല, നമ്മൾ പ്രയത്നിക്കാതെ തരില്ല. കാരണം ഞാൻ ഇവിടെയൊക്കെ പോയപ്പോഴും എന്നെ കളിയാക്കിയവരും, എൻ്റെ വൈഫിനോട് അവളുടെ വീട്ടിൽ ചെന്ന് വരെ പറഞ്ഞിട്ടുണ്ട്, ഇവൻ എന്നെ ഇന്നോട് കെട്ടരുതെന്ന് പറഞ്ഞല്ലേ ആളുകൾ വരെയുണ്ട്, എൻ്റെ നാട്ടിൽ നിന്ന് എന്ന് പറഞ്ഞവരുണ്ട്. അപ്പോൾ ഇവരെ ഒന്നും നമ്മൾ മൈൻഡ് ചെയ്യില്ല. കാരണം അവരോടൊന്നും ഞാൻ ഇന്ന് വരെ ഇതൊന്നും ചോദിക്കാൻ പോലും പോയിട്ടില്ല. കാരണം ഞാൻ ആരോടും പിണങ്ങിയിട്ടില്ല. എന്നോട് മത്സരിക്കുന്നവരോട് പോലും അവരെ കാണുമ്പോൾ ചിരിക്കാറേ ഉള്ളൂ. ഞാൻ ആരോടും ഒന്നിനും പോകില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ എനിക്കൊരു ലക്ഷ്യബോധമുണ്ട്. പറയാം, ഞാനൊരു സൈഡിൽ കൂടെ സ്വന്തമായിട്ടൊരു വഴി വെട്ടി ഒരു സൈഡിൽ കൂടെ ഇങ്ങനെ അങ്ങ് പോകും. അവസാനം ചെല്ലുമ്പോഴാണ് എന്നോട് മത്സരിക്കുന്നവർ തിരിഞ്ഞു നോക്കുന്നത്. പണ്ട് ആമയും മുയലും പോയ പോലെ ചെല്ലണമെന്നൊക്കെയാണ് ഒരു ആഗ്രഹം. പക്ഷെ ഇതൊന്നും നടക്കുമെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ അതുകൊണ്ട് പറയാം, എന്ത് ജോലി എടുക്കുന്നവരല്ല ആ ജോലിയിൽ നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആയിട്ടിരിക്കുക. പിന്നെ യൂറോപ്പ് എന്ന സ്വപ്നം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ അതിനു വേണ്ടി പ്രയത്നിക്കുക. നിങ്ങൾ 100% ഉറപ്പായിട്ടും നിങ്ങളും വരും. കാരണം ഞാൻ എന്ന് പറയുന്ന വ്യക്തി ഇവിടെ വന്ന് ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 100% ഉറപ്പായിട്ടും ഇവിടെ വന്ന് ജോലി ചെയ്യാൻ പറ്റും. നിങ്ങൾ അതിന് പ്രയത്നിക്കുക.